മണിപ്പൂർ വീണ്ടും അശാന്തം. ഉക്രൂലിൽ നാഗ വില്ലേജ് ഗാർഡ് കൊല്ലപ്പെട്ടു. കുക്കി സായുധ സേന നടത്തിയ ആക്രമണത്തിലാണ് 29കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അരവിന്ദ്, വീണ്ടും മണിപ്പൂരിൽ നിന്ന് അശാന്തിയുടെ വാർത്തകളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണിപ്പോൾ പുതുതായി ഉണ്ടായ സംഭവങ്ങൾ? മണിപ്പൂരിൽ നിന്ന് അശാന്തിയുടെ വാർത്തകൾ തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഒരു ഉക്രൂലിൽ നാഗ വില്ലേജ് ഗാർഡാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിലാണ് 29കാരന് ജീവൻ നഷ്ടമായത്. കുക്കി സായുധ സേന നടത്തിയ ആക്രമണമാണ്. ഈ ഗാർഡ് എന്ന് പറയുന്നത് ഒരു പെട്രോളിങ്ങിന് പോകുന്നതിനിടയിലാണ് കുക്കി സായുധ സേനയുടെ ആക്രമണം ഉണ്ടായിരുന്നത്. ഹൊർഷോമി ജമാങ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഉക്രൂലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മണിപ്പൂരിലാണ് വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. BSF ജവാന്റെ കുട്ടികളുടെ മരണത്തിന് പിന്നാലെ ഇംഫാലിലും അതുപോലെ തന്നെ ചുരാൻചുൻപൂരിലടക്കം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഉക്രൂലിൽ കൂടി വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. കാരണം ഒരു ഗ്രാമത്തിന് കാവൽ നിന്ന യുവാവിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നതാണ് നാഗ വിഭാഗം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കണമെന്നും എല്ലാവരും സമാധാനം പാലിക്കണമെന്നതാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ നമുക്കറിയാം, മണിപ്പൂരിൽ കലാപം ആരംഭിച്ച് ഇത്രയും നാളായിട്ടും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല. പുതിയ സർക്കാർ വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അത് അനിശ്ചിതമായി നീങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.